എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ യൂട്യൂബർമാരുടെ പരസ്പരമുള്ള തല്ലുപിടുത്തത്തെക്കുറിച്ചാണ്. ഓരോ വ്യക്തികളും മത്സരിച്ച് ഓരോ വാർത്തകൾ പടച്ചുവിടുകയാണ്. അതിലെത്ര സത്യമുണ്ട് എത്ര അസത്യമുണ്ടെന്ന് പൊതുജനങ്ങൾക്കറിയാം. ഇവർ പലരും പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. ഇവരെപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഒരുത്തനെ എങ്ങനെ ചവിട്ടിയതാക്കാം, അവനെ എങ്ങനെ തകർക്കാം, അതിലൂടെ എത്ര റീച്ച് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് സാധാരണ സോഷ്യൽ മീഡിയ വ്യക്തികൾ പടച്ചുവിടുന്ന കഥകൾ. ഒരു ചെറുപ്പക്കാരൻ, ഒരുപക്ഷെ രാഷ്ട്രത്തിലുള്ളായിരിക്കാം, അവൻ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ടൊരു കോഫിയോ ടീയോ ഒന്ന് കുടിച്ചു, അല്ലെങ്കിൽ പരസ്പരം എവിടെയെങ്കിലും നിന്ന് സംസാരിച്ചു. ഇതാരുടെയെങ്കിലും ക്യാമറ കണ്ണിൽ നട്ടിയാൽ പിന്നെ അത് കവിതകളായി, അത് പ്രക്ഷോഭണ ലെവലിലെത്തിക്കുകയും അത് പിന്നെ അവർക്കൊരു ആർഭാടമായി ഏറ്റവും കൂടുതൽ റീച്ച് അതിലൂടെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു താല്പര്യം ഇവരിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ പൈങ്കിളി കഥകളെക്കാളും വളരെ മോശമായ രീതിയിലുള്ള ചില വാർത്തകളാണ് പഠിച്ചുവിടുന്നത്. അതും നല്ല റീച്ചുള്ള യൂട്യൂബർമാർ ഈ ഇങ്ങനെയുള്ള വിലകളിൽ പെടാറുണ്ട്, ഇങ്ങനെയുള്ള വാർത്തകളും കൊടുക്കാറുണ്ടോ? അത് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിന് അത് അനുവദിക്കുന്നില്ല. എനിക്കാകെ ഒന്ന് പറയാനുള്ളത്, അത് രാഷ്ട്രീയക്കാരായിരുന്നാലും മറ്റു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ തനിച്ചാണ് അല്ലെങ്കിൽ ഫോണിലാണ് ചാറ്റ് ചെയ്യുമ്പോൾ, ഒരിക്കലും എല്ലാത്തിനും ഒരു പരിമിതികൾ വേണം, ഒരു കൺട്രോൾ വേണം. ഒരു കൺട്രോൾ ഏതെങ്കിലും രീതിയിൽ തെറ്റിപ്പോയാൽ അത് നിങ്ങൾ ചെന്ന് പതിക്കുന്നത് ഒരു വലിയ ഗർത്തത്തിലായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ തെറ്റ് ചെയ്തില്ലായിരിക്കും, ഒന്ന് കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാൽ മതി. പിന്നെ മറ്റൊരു കാര്യം, ഒരു സ്ത്രീയും പുരുഷനും ഒന്നായിരുന്നാൽ പലപ്പോഴും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ കൺട്രോൾ പോകാനുള്ള സാധ്യത 99% ഉണ്ട്. ഇതിൽ പെട്ടുപോകുന്നത് ചെറുപ്പക്കാരാണ്. വളരെ കഷ്ടപ്പെട്ട് രാഷ്ട്രീയത്തിലും എല്ലാത്തിലുമൊക്കെ കഷ്ടപ്പെട്ട് ഏതാണ്ട് ഒരു തെറ്റില്ലാത്ത സ്റ്റേജിലെത്തി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജന്മം പാഴായിപ്പോൾ. ഞാൻ ഇരുന്നെന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു പ്രൂഫുമില്ല. പിന്നെ കൊട്ടേഷൻ സംഘമായി നടക്കുന്ന കുറേ പെൺപിള്ളേരുണ്ട്, സുന്ദരികൾ, കുറേ ഡ്യൂപ്ലിക്കേറ്റ് കോസ്മെറ്റിക്സ് ഇതെല്ലാം ചെയ്ത് പാർലറിലൊക്കെ പോയി നടന്ന്, അതൊക്കെ കൊട്ടേഷൻ സംഘങ്ങളാണ്. ആരെങ്കിലും ഒരു വല വീശി പിടിക്കും. ഇവർക്ക് പ്രധാന ഉദ്ദേശമൊന്നുമില്ല. ഒന്ന് കുറച്ച് നേരം ചാറ്റ് ചെയ്യുക, അതിൻ്റെക്കുറിച്ച് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെക്കുറിച്ച് വീഡിയോ എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടാക്കി ആൾക്കാർക്ക് ചോർത്ത് കൊടുക്കുക, അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാക്കുക. അങ്ങനെ ആ രീതിയിൽ കൂടി സ്റ്റാറാകാൻ നടക്കുന്നുണ്ട് പെണ്ണുങ്ങൾ. അവരുടെ എണ്ണം വളരെ കൂടി വരികയാണ്. അതൊന്ന് ഈ യുവ നേതാക്കളായിരുന്നാലും ശരി, യുവ കലാകാരന്മാരായിരുന്നാലും, ഏത് രീതിയിലുള്ള പ്രതിഭകളായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും. മനുഷ്യനെ പോന്ന് നോക്കിപ്പോവും. ഒരു നല്ലൊരു പെണ്ണാണ് ഫ്രണ്ടിൽ ഇരുന്നാൽ പലപ്പോഴും ചിലപ്പോൾ കണ്ണുകളും ദൃഷ്ടികൾക്കൊക്കെ മാറ്റം വരും. അതൊരു സംശയമായി മറ്റുള്ളവർ എടുക്കില്ല, വിവരമുള്ളവർ എടുക്കില്ല. ദാറ്റ്സ് ഓക്കെ, ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഫീലിങ്സ്. അതൊരു വലിയ ഇറ്റ് ഈസ് ഒരു സയൻറ്റിഫിക് സത്യങ്ങളാണ്. അതിനാർക്കും മൂടി വയ്ക്കാൻ പറ്റില്ല. എന്തെങ്കിലും കൊച്ചു കശപിശയൊക്കെ കാണും. പക്ഷേ ഈ കുഞ്ഞു കാര്യങ്ങളെ വലിയ കാര്യങ്ങളാക്കി മാറ്റാനുള്ള വിദഗ്ധ പരിശീലനം ശ്രദ്ധിച്ച വലിയ യൂട്യൂബർമാരുണ്ട്. അവരുടെ കയ്യിൽ ക്യാമറയും മൈക്കും ഇങ്ങനെ നടക്കും. അബദ്ധത്തിന് എങ്ങനെ ഒരു വാക്ക് വീണാൽ തീർന്നു. പിന്നെ അവസാനം അത് ഏത് ലെവലിലുള്ള ആൾക്കാരായിരുന്നെങ്കിലും അവസാനം അവർക്ക് വനവാസം അനുഷ്ഠിക്കേണ്ടി വരും. രാമൻ്റെയും സീതയും കഥ പോലെ ആയിപ്പോകും. അതിലൊന്നും പെടാതിരിക്കുക. ചെറുപ്പക്കാരുള്ള എനിക്കൊരു ഉപദേശം ഇത്രയുള്ള,
ഇതൊക്കെ ഒന്ന് താൽക്കാലികം. ഇത് പണ്ട് നാളുകളിലൂടെ ഇതെല്ലാം ഉണ്ട്. ഇത് കംപ്ലീറ്റ് കുറച്ച് എന്താ പറയുക, കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ആരും പെട്ടുപോകും. അത് പ്രായമുള്ളവരായിരുന്നാലും ചെറുപ്പക്കാരായിരുന്നാലും എല്ലാവർക്കും ഒരു അതൊരു കാന്തശക്തിയാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ മാഗ്നറ്റ്. അതൊരു മാഗ്നറ്റ്, അത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. പിന്നെ അതിന് വിടാൻ അത് വലിയ ബുദ്ധിമുട്ടാകും. ഇനി ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് നോക്കിപ്പോയാൽ അടുത്ത തവണ നോക്കാനുള്ള ചാൻസ് കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നം ഗുരുതരമാകും. അതുകൊണ്ട് ആരോട് ബന്ധപ്പെടുമ്പോഴും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയണം, ഒന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറിയ കേസല്ല. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പോലീസിൻ്റെ തല്ലും പിടിയും പാർട്ടിക്കാരുടെ തല്ലും പിടിയൊക്കെ കൊണ്ട് ഇങ്ങനെ എതിർ പാർട്ടിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇത് കണ്ട് മുകളിൽ കയറി വന്ന അവസാനം നിങ്ങളെ ബലിശ കീഴിടാൻ വേണ്ടി ഒരുപാട് ഈ വേഷം കെട്ടി നടക്കുന്ന സുന്ദരി കുട്ടികളുണ്ട്. അവരെ ശ്രദ്ധിക്കുക. അത് വല്ല സിനിമയിലും മുഖം കാണിച്ചിരിക്കുക, അല്ലെങ്കിൽ വല്ല ആങ്കറിങ് ഒക്കെ ചെയ്തിരിക്കുന്ന കുട്ടികളായിരിക്കാം. അവരൊന്ന് ശ്രദ്ധിക്കുക. അവരായിട്ടുള്ള കമ്പനി വേണം. ഞാൻ ഒരിക്കലും പറയില്ല ഒരു പുരുഷനുണ്ട് അവന് ഇത്തിരി കമ്പനി ഒരു സ്ത്രീകളായിട്ടൊക്കെ അടിക്കേണ്ടത് അടിച്ചു പോകും. പക്ഷെ അത് ശ്രദ്ധിക്കുക. ക്യാമറ കണ്ണുകളെ വലയം ചെയ്യാത്ത രീതിയിൽ രക്ഷിക്കുക. പിന്നെ ഈ ചാറ്റിങ് പരിപാടി അതൊന്ന് ശ്രദ്ധിക്കുക. അതിനൊന്നും വേണ്ട. നിങ്ങൾ അതിനുള്ളൊരു സാഹചര്യം കൊടുക്കാതിരിക്കുക. നാണക്കേടാണ്. പലരും റീച്ച് കിട്ടാൻ വേണ്ടി ഒന്നൊന്ന് ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും കോപ്രായത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടും. അതിൽ ഒരുപക്ഷെ വലിയ സത്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ എന്തായാലും ഒരു ചെറിയ സത്യങ്ങളാണ്. അത് നാച്ചുറലാണ്. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചെറിയൊരു പുഞ്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനിച്ചു പോകും, പറയാതെ തന്നെ. അത് കണ്ണുകളിൽ കൂടി. അത് നമ്മുടെ കുമാരനാശാനും പല കവികളുമൊക്കെ ഒന്നൊന്ന് വർണ്ണിച്ചിട്ടുണ്ട്, പല കവിതകളിലും കൂടി. അങ്ങനെയുള്ള കവിതകൾ ആരെങ്കിലുമൊക്കെ നെയ്തു പോവുകയാണെങ്കിൽ തന്നെ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റിയില്ല. അവരും മനുഷ്യരല്ലേ. അവർക്കും അവരുടേതായ ഒരു വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. അത് വേണം. ഏത് ബിസിനസ്സുകാരനായാലും ഏത് രാഷ്ട്രീയക്കാരനായിരുന്നാലും ഏത് ഉദ്യോഗസ്ഥനായാലും അവൻ്റേതായ കുറേ ഫീലിങ്സൊക്കെ കാണും. സോ ഇത് മനസ്സിലാക്കേണ്ട. ഇറ്റ് ഈസ് എ സയൻസ്. ഇതിനെ വലിയൊരു ഇഷ്യൂ ആക്കി കാണിക്കേണ്ടത്. ഇതിനെയൊക്കെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ അത് വലിയ ഹൈടെക്ക് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. രാജ്യത്ത് എന്തോ നല്ല നല്ല കാര്യങ്ങളുണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ യൂട്യൂബർമാരോടൊന്ന് പറയാം, നിങ്ങൾ കൊടുക്കുന്ന വാർത്ത കുറച്ച് സത്യസന്ധമായിരിക്കുക, ഗുണകരമായിരിക്കട്ടെ, അങ്ങനെ ചെയ്യുക. അല്ലാതെ ഈ പരസ്പരം തല്ലുപിടിച്ച് വാർത്തകൾ ആൾക്കാരുടെ കാണികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ള ഈ തരികിട ഡൂക്ക് പരിപാടികളൊക്കെ ഒന്ന് നിർത്തുക. ഇത് മലയാളം മാധ്യമ രംഗങ്ങൾക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മൂലം ഞാനും ആ കൂട്ടത്തിൽ പെട്ടതാണ്. പക്ഷേ പല വീഡിയോകളും ചെയ്യുമ്പോൾ അതിനൊന്ന് പുനർചിന്ത ചെയ്യും, അത് വേണോ വേണ്ടേ. അതുകൊണ്ട് എന്തെങ്കിൽ കൊച്ചുകുട്ടികൾ കേൾക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. നമ്മുടെ ഈ എന്താ പറയുക, ധാർമ്മികത ചെയ്ത തൊഴിലിനോടുള്ള ധാർമ്മികതയെ ഒന്ന് സത്യസന്ധമായി നിലനിർത്താൻ ശ്രമിക്കുക. അത് കുറച്ച് നന്നായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ വാദപ്രതിവാദം നടത്താൻ വേണ്ടി ചെയ്തതല്ല. ചെയ്യുന്ന ഉള്ളി എക്സ്പീരിയൻസ് പലരിൽ നിന്നും കിട്ടിയ അറിവനുസരിച്ച് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാര്യം വീഡിയോ ഇപ്പോൾ പരസ്പരം ചാനൽ യൂട്യൂബർമാർ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. വാർത്തകളില്ല. അപ്പോൾ അവർ വാർത്തകൾ മെനയാൻ വേണ്ടി പലരെയും സമീപിക്കും പല രീതിയിൽ. ഓർക്കുക, ബി കെയർഫുൾ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.